ഹലോ, ഗുഡ് മോർണിംഗ്. നാട്ടിലെല്ലാവരും രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയമായിരിക്കും. ആ സമയത്ത് ഫേസ്ബുക്കും വാട്സപ്പും യൂട്യൂബും റിയലും പോഡ്കാസ്റ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു ഓഫറാണ് തരുന്നത് കേട്ടോ. ഓഫർ എന്ന് പറഞ്ഞാൽ സീരിയസ് ഓഫറാണ്. നമ്മളെ വയനാട് ദുരിതബാധിതർക്ക് കൽപ്പറ്റ ഗവൺമെൻറ് വെക്കുന്ന ടൗൺഷിപ്പിൽ അവിടെ ഗവൺമെൻറ് 178 വീടിൻ്റെ പട്ടയാധാരം എല്ലാ ഔദ്യോഗിക ആധികാരിക രേഖകളും കൈമാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ നൗഫലിൻ്റെ വീട്ടിൽ കിനിവുണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാർ മുഴുവൻ കൂടി എല്ലാം പ്രശ്നമാക്കി ഇന്ന് മൊത്തം ചർച്ചയാണ്. അപ്പോൾ നൗഫലിനൊരു ഓഫർ കൊടുക്കുകയാണ്. സർക്കാർ 15 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് വീട് വേണ്ടാത്തവരെ പറഞ്ഞു വിട്ടുള്ളത്. ഞാൻ നൗഫലിന് ഒരു 50 ലക്ഷം രൂപ കൊടുക്കാം. നൗഫലിന് സർക്കാർ കൊടുത്ത ആ വീട് തരികയാണെങ്കിൽ 50 ലക്ഷം രൂപ, അത് ഇപ്പോൾ പറഞ്ഞുതരാം, 50 ലക്ഷം രൂപ. അപ്പോൾ നേരത്തെ നമുക്ക് പല സർക്കാർ സംവിധാനത്തിൽ കിട്ടുന്ന വീടുകളൊന്നും വിൽക്കാൻ പറ്റില്ല. ഇപ്പം അങ്ങനെയല്ല, പുതിയൊരു അമെൻമെൻ്റ് അതിൽ വരുത്തിയിട്ടുണ്ട്, എപ്പോൾ വേണമെങ്കിലും വിൽക്കാം. അപ്പോൾ 15 ലക്ഷം, അതിന് 3 ഇരട്ടിയിൽ കൂടുതൽ പൈസയാണ് ഞാൻ ഓഫർ ചെയ്യുന്നത്, 50 ലക്ഷം രൂപ. എന്നിട്ട് നമ്മളുടെ യൂത്ത് കോൺഗ്രസും ഉള്ള, ഏതായാലും കോൺഗ്രസിന് വേണ്ടിയും ഒക്കെയാണല്ലോ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പരസ്യമൊക്കെ ചെയ്യാൻ കാരണം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ 50 ലക്ഷം ബാങ്കിലിട്ടാൽ നല്ലൊരു സംഖ്യ പലിശ കിട്ടും, കോൺഗ്രസിന് വീടും വെച്ച് സുഖമായിട്ട് പോവാം. ഇനി നൗഫൽ മാത്രമല്ല, വേറൊരുത്തരും പറഞ്ഞു അവിടെ കൂടി വന്ന ഒരു 10 വീടുകൾക്ക് ബാക്കി എല്ലാ വീട്ടിലും ലീഗുണ്ട്. എല്ലാ വീടിനും മിനിമം 50 ലക്ഷം രൂപയ്ക്ക് എടുക്കാനുള്ള ആൾക്കാരെ ഞാൻ സെറ്റാക്കിയിട്ടെന്നാണ് പറയണത്. ഞാനിപ്പോൾ സംസാരിക്കുന്ന ഓസ്ട്രേലിയയിൽ നിന്നാണ്. അതിൽ ഫുള്ള് സെറ്റാണ്. 50 ലക്ഷം രൂപയ്ക്ക് പറഞ്ഞോ, സെറ്റ് റെഡിയാണ്. രജിസ്ട്രേഷൻ എന്നാന്ന് പറഞ്ഞാൽ മതി. നൗഫലിൻ്റെ വീട് ഉദ്ഘാടനം ചെയ്യാം. ഏത് കൈമാറ്റം, ആദ്യമായിട്ട് ടൗൺഷിപ്പിൽ വീട് കൈമാറ്റം ചെയ്തതായിട്ട് നമുക്ക് പുറം ലോകം അറിയിക്കാം. നൗഫൽ അങ്ങനെ ഫേമസ് ആവും. ഇപ്പം നൗഫൽ ഫേമസ് ആയിട്ടുണ്ടല്ലോ, വീണ്ടും ഫേമസ് ആവും. നൗഫലിൻ്റെ ആ ചോർച്ചല വീട് ഞാൻ എടുത്തിരിക്കുന്നു. 50 ലക്ഷം ഉറുപ്പ് കൊടുക്കാം. 3 ഇരട്ടി സർക്കാർ പ്രഖ്യാപിച്ചതിനേക്കാളും 3 ഇരട്ടി പൈസയും വാങ്ങാം. കോൺഗ്രസിന് വീട്ടിൽ പോയിട്ട് ആ പൈസ പലിശക്ക് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചത് തെറ്റിദ്ധരിക്കേണ്ട, ബാങ്കിലിട്ടാൽ മതി. ബാങ്കിലിട്ട് അതിന് മാന്യമായ പലിശയും വാങ്ങി കാലും കയറ്റി കുത്തിരിക്കാം. എങ്ങനെയുണ്ട്? അതിനുണ്ടെങ്കിൽ റെഡി ആയിക്കോളി. അതിനുണ്ട് ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞോളി. സെറ്റാണ്, ഫുൾ സെറ്റാണ് കേട്ടോ. എത്ര വീടുണ്ടെങ്കിലും കുഴപ്പമില്ല. കൽപ്പറ്റ ടൗണിൽ ആ ടൗൺഷിപ്പിൽ വീടെടുക്കാൻ റെഡിയാണ്. 50 ലക്ഷത്തിന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൽ കൂടുതൽ ആരെയും പറയുകയാണെങ്കിൽ അപ്പോൾ അതിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ.